അധികം പൈസ ഒന്നും കളയാതെ തന്നെ നമ്മുടെ സ്റ്റഡി ടേബിളിലോ അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ടേബിൾ ടോപ്പ് കലണ്ടർ ചെയ്തെടുക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ന്യൂ ഇയറിനെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയൊരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ ചാനലിൽ 2023 ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കാലണ്ടർ, DIY കാലണ്ടറാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലും അല്ലെങ്കിൽ ഓഫീസ് ടേബിളിലും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് കലണ്ടർ DIY ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാലണ്ടർ 2023 ഒരു ന്യൂ ഇയർ ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മുടെ ബെസ്റ്റീസിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്തിട്ട് നിങ്ങളുടെ ബെസ്റ്റീസിനൊക്കെ കൊടുക്കാൻ പറ്റും, ഒരു ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ടേബിൾ ടോപ്പ് കലണ്ടർ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു ഫോം ബോർഡാണ്. അപ്പോൾ ഫോം ബോർഡ് ഞാൻ ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സിസേഴ്സും അങ്ങനെയൊന്നും വെച്ച് നമുക്ക് നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ബ്ലേഡ് വെച്ചാകുമ്പോൾ നമുക്ക് ഫോം ബോർഡ് നല്ല വൃത്തിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പം സ്കെയിലൊക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെയുള്ള ഷേപ്പ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഈ ഒരു തിക്നെസ്സാണ് ഈ ഒരു ഫോം ബോർഡിന് വരിക. നമുക്കിതുപോലുള്ള ഓരോ ഐറ്റംസ് DIY ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഫ്ലഷ് ക്വിക്ക് എന്ന് പറയുന്നൊരു ഗ്ലൂ ആണ്. അത് വെച്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 3 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് സ്റ്റിക്കായിട്ട് കിട്ടും. പിന്നെ നമുക്കത് നല്ല ഫിക്സ് ആയിട്ട് അത് പിന്നെ പൊളിഞ്ഞു പോവുകയൊന്നുമില്ല. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ആണിത്. അപ്പോൾ നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള രൂപത്തിലുള്ള ഒരു കലണ്ടറാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2023 നമുക്ക് ബെസ്റ്റീസിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് കലണ്ടറാണ്. അപ്പോൾ ഇവിടെ ബേസായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഇതുപോലെ ഫോം ബോർഡ് എടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതാ നമ്മൾ ഇതുപോലെ ഇത് മൊത്തമായിട്ട് ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉള്ള ഫോട്ടോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാൻവയിലാണ് ഈ ഒരു കലണ്ടർ എഡിറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ലേസർ പ്രിൻറ്റിങ് ഷോപ്പിൽ നിന്നൊക്കെ ഇതുപോലെ A3 പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കലണ്ടറൊക്കെ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ കലണ്ടർ ഇതിൽ ഹാങ് ചെയ്ത പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കറക്റ്റ് അളവ് ഒന്ന് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും, ഞാനിപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ജസ്റ്റ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം തന്നെ നമുക്ക് അവിടെ ഹോൾ ഇടാൻ പറ്റും. അത്ര അതിനുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അത്ര ഒരു ഉറപ്പ് ഉണ്ടാവുള്ളൂ ഈ ഇതുപോലെ ഫോം ബോർഡിൽ. പക്ഷേ നമുക്ക് ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ. ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് ഷർട്ട് ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നും ഒക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്കിത് ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിത് ഡ്രൈ ആയതിനു ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കലണ്ടറിൽ നമുക്ക് ഹോളിട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കിതിൽ ഹോൾ ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് നമുക്കിത് കുറച്ചും കൂടി ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗോൾഡൻ ഷീറ്റ് നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം. അത് നമുക്കിതുപോലെ A4 സൈസിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഭംഗിക്ക് വേണ്ടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ബുക്ക് റിങ് വെച്ചിട്ട് നമുക്കിത് ഇതിൽ ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റിങ് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് ഓപ്പൺ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ
ഇതാ നമുക്ക് 2023 നല്ലൊരു അടിപൊളി ടേബിൾ ടോപ്പ് കാലണ്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാലണ്ടർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു തരിക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ 2023 എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം ഡെക്കർ ആയിട്ടുള്ളൊരു ഐറ്റം കൂടെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.